ആദർശ് കുറി പറഞ്ഞതാണ്, പലതവണ വ്യാഖ്യാനിച്ചതാണ്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിലെ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ അതിൽ മത ന്യൂനപക്ഷമാണെന്ന് അവകാശപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഈ CAA ബാധകമാകുന്നില്ല? ആദ്യമായി ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് നന്ദി പറയാനുണ്ട്. കാരണം അദ്ദേഹം തന്നെ ഈ ചർച്ചയിൽ സമ്മതിച്ചു ഈ നിയമത്തിന്റെ പ്രസക്തിയും ഈ നിയമം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വളരെ സത്യസന്ധമായ ഈ വിഷയത്തിനെ പറ്റി പറയുന്നത്. ശരിയാണ്, ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ല ഭാരതത്തിലേക്ക് ഉടനീളം വരുന്നുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു വിഷയത്തെ ഞാനിവിടെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്തുകൊണ്ട് മറ്റ് നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ മുസ്ലിം പൗരന്മാർക്ക് അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി പൗരന്മാർക്ക് നമ്മൾ പൗരത്വം കൊടുക്കുന്നില്ല? ആ വിഷയത്തെ ഞാൻ ആദ്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതില് നമുക്ക് പ്രധാനമായും നമുക്ക് അറിയാവുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ ആദ്യം തന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞ റോഹിംഗ്യ മുസ്ലിംസിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കാം. റോഹിംഗ്യ മുസ്ലിംസ് നമുക്കറിയാം മ്യാൻമാറിൽ അത്രയ്ക്ക് അതിതീവ്രമായ മതപീഡനത്തിന് ഇരയായ മുസ്ലിം വിഭാഗം തന്നെയാണ്. അതൊന്നും ആർക്കും സംശയമില്ല. അവർ മുസ്ലിങ്ങളാണ്, അവർക്ക് പീഡനവും ഏറ്റിട്ടുണ്ട് എന്നുള്ളതൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇന്ന് ലാഹോറിൽ ഏകദേശം 2 ലക്ഷത്തോളം റോഹിംഗ്യ മുസ്ലിംസ് ഇന്നും അഭയാർത്ഥികളായിട്ട് കിടക്കുന്നുണ്ട്. അത് ഓൺ റെക്കോർഡ് അതിൽ ഏകദേശം 40,000 to 50,000 വരെ മാത്രമേ കാണുമെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്ക്. അപ്പോ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ ഇവർക്ക് പൗരത്വം നൽകുന്നില്ല. പോട്ടെ, ഈ അത് പാകിസ്ഥാനിലാണെന്ന് വിചാരിക്കാം, നമുക്ക് അതിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബംഗ്ലാദേശിന്റെ അവസ്ഥ ഇതാണോ? ബംഗ്ലാദേശിന്റെ തൊട്ട അയൽ രാജ്യമാണ് ഈ പറയുന്നത് മ്യാൻമാർ. ബംഗ്ലാദേശ് പൗരത്വം നൽകുന്നില്ല. അപ്പോ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളുടെ വിഷയം അത് ഭാരതത്തിന് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് ആഗോളതലത്തിൽ അന്താരാഷ്ട്ര സംഘടനകളും നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ സഹായത്തോടെ അഡ്രസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് തന്നെ എന്നിരുന്നാലും നമ്മൾ പോലും അറിയാതെ തന്നെ ഭാരതത്തിലേക്ക് ബംഗ്ലാദേശ് ബോർഡർ വഴി ഒരുപാട് റോഹിംഗ്യ മുസ്ലിങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത മൈനോറിറ്റി നമുക്ക് കണക്കെടുക്കാം. അഹമ്മദിയ മുസ്ലിംസ്. പാകിസ്ഥാനിലെ ഒരു പ്രബല വിഭാഗമാണ് അഹമ്മദിയ മുസ്ലിം, നമുക്കറിയാം. അഹമ്മദിയ മുസ്ലിംസ് അവിടുത്തെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ആണ്, സംശയമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നമുക്ക് എപ്പോഴും നിരന്തരമായിട്ട് നമുക്കെതിരെ പല അന്താരാഷ്ട്ര തലത്തിലും അല്ലാതെയും നമ്മൾ യുദ്ധം വരെ ഫൈറ്റ് ചെയ്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പവർ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ മൈനോറിറ്റിയിലുള്ള ഒരു വ്യക്തിയെ പൗരത്വം ഇവിടെ കൊടുക്കണ്ടെന്ന് ആരും പറയുന്നില്ല. പൗരത്വം അവർക്ക് ഈ ഭാരതത്തിലേക്ക് വരാം, ഭാരതത്തിൽ അവർക്ക് പൗരത്വം നേടാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതായത് അവർക്ക് ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. അത് മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പൊ മൈനോറിറ്റീസ് ഏത് രാഷ്ട്രത്തിൽ നിന്നുമായിട്ട് ഭാരതത്തിൽ വന്ന് അവർക്ക് 11 വർഷം എന്ന് പറയുന്ന കണ്ടീഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തുകൊണ്ട് ക്ലിയറൻസുകളും കേന്ദ്ര സർക്കാർ ഏജൻസികളും, കാരണം ഇതൊന്നും നമ്മളെ സുഹൃത്ത് രാഷ്ട്രങ്ങളല്ല, അപ്പൊ കൃത്യമായിട്ട് അതിൻ്റെതായ ചില ക്ലിയറൻസുകളും പ്രൊസീജിയേഴ്സും ആവശ്യമുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് അവർക്ക് പൗരത്വം നൽകും. പൗരത്വം നൽകാതിരിക്കുന്ന ഒരു ഇതല്ല ഭാരതത്തിനുള്ളത്. പിന്നെ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മൈനോറിറ്റീസിന് ഈ പൗരത്വം കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തു കൊടുത്തു. അത് മാത്രമേ ഈ വ്യത്യാസം ഈ ഒരു നിയമത്തിലുള്ളൂ. അല്ലാതെ ഈ നിയമം ഇവിടെ ഭാരതത്തിൽ വസിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചില ഫോൾസ് നെറേറ്റീവ് മാത്രമാണ്. അത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കാരണവും കിട്ടാത്തത് കൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടി മാത്രം പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമാണ്. മറ്റ് അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇവിടെ ഈ നിയമത്തിൽ യാതൊരു വിവേചനപരമായിട്ടുള്ള ക്ലോസുകളും എവിടെയും ഇല്ല. ഇത് ഭാരതത്തിലെ ഒരു പൗരനെയും ബാധിക്കുന്ന ഒരു നിയമവുമല്ല. ഇനിയും പറയാൻ തുടങ്ങിയ ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ട്. ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ട് പറയാം. ഇനി നമ്മുടെ സംസ്ഥാനം ഇതിൽ ആദ്യം തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞ 2-3 സംസ്ഥാനങ്ങൾ, ഒന്ന് ബംഗാളാണ്, ഒന്ന് കേരളമാണ്, നമ്മുടെ കേരളം, പിന്നെ ഒന്ന് തമിഴ്നാടാണ്. ഇതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ബംഗാളിനെ സംബന്ധിച്ച്
ബംഗാളിൽ ഇപ്പോ ഒരു ഭരണപക്ഷ വിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് ഉടലെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അവിടെ ഏകദേശം 27-28% ഉള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരിന്റെ വോട്ട് ബാങ്കാണ്. അത് ആ വോട്ട് നിശ്ചിതം അവർക്ക് പിന്നെ കിട്ടിയേ പറ്റൂ. അതുകൊണ്ടാണ് അവിടെ ആദ്യമായിട്ട് ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടന്നത്. ഇത് തന്നെയാണ് കേരളത്തിലും നടന്നത്. ഈ കേരളത്തിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര നിയമത്തിനെതിരെ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള ഒരു നിയമത്തിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ, ഞാനും നിങ്ങളും അടയ്ക്കുന്ന ടാക്സ് അടയ്ക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഓരോരുത്തരും അടയ്ക്കുന്ന നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ നമ്മളെ രാജ്യത്തിനെ ഭരിക്കുന്ന, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഇത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. അതില് അത് രാജ്യസുരക്ഷയെ മാത്രമല്ല, നമ്മൾ ഓരോ പൗരന്റെയും വ്യക്തി സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈ ഒരു നിയമത്തെ നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എന്റെ ഒരു പക്ഷം.